to all of you in the precious name of our Lord and Savior Jesus Christ. കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 2 Timothy chapter 3 verses 16 and 17. 2 തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദശകലമാണിത്. ഇവിടെ നമ്മൾ വായിച്ചത് എല്ലാ ദൈവവചനം എന്ന് പറഞ്ഞാൽ പഴയതും പുതിയ നിയമമായ 2 നിയമങ്ങളിലുമുള്ള എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്. All scriptures are given by inspiration of God and he is profitable for doctrine, for reproof, for correction, for instruction and for righteousness. Praise the Lord. സുവിശേഷം വാസ്തവമായി പ്രഖ്യാപിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രോട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട അല്ലെ പെന്തക്കോസ്തുകാർ ഉൾപ്പെടെയുള്ള കൂട്ടരെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് സുവിശേഷീകരണം. ഈ സുവിശേഷീകരണം ആരംഭിക്കുന്നത് എപ്പോഴാണ്? വാസ്തവത്തിൽ സുവിശേഷീകരണം ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷ ഭാഗങ്ങൾ ക്രൂശീകരണത്തിന് ശേഷം എഴുതപ്പെട്ടവയല്ല. അല്ലെങ്കിൽ എഴുതപ്പെട്ടവയാണെങ്കിൽ തന്നെയും യേശുവിൻ്റെ പല അരുളി ചെയ്യുന്ന വചനങ്ങളൊക്കെ ക്രൂശീകരണത്തിന് മുമ്പുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു സുവിശേഷീകരണം ഇത് രണ്ടാണ്. 4 സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളും എഴുതിയത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണെങ്കിലും യേശു പുതിയ നിയമത്തിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് പഴയ നിയമകാലത്താണ്. AD 33 ഏറെക്കുറെ സമയം നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത്. എന്നാൽ അതിന് മുമ്പുള്ള നടന്ന കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു കൂടുതലും സംവാദം നടത്തിയതും സംസാരിച്ചതും ഒക്കെ യഹൂദ ജനത്തോടെയാണ്. പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നവരോടും പഴയ നിയമ വിശ്വാസികളോടും ആണ് യേശു ക്രിസ്തു പ്രതിവാദം ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പഴയ നിയമം സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ വസിച്ചിരുന്ന യഹൂദരോടാണ്. ഇറ്റ് ഈസ് ദ ലോ ഗിവൺ ടു ദ ജൂയിഷ് പീപ്പിൾ. പുതിയ നിയമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ടു ദ ചർച്ച് ടു ദ ചർച്ചസ്. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരെല്ലാം യേശു സംസാരിച്ച കാര്യങ്ങളെ പറയുന്നത് യഹൂദന്മാരോടാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നെങ്കിൽ തന്നെയും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളാണെങ്കിലും ലോയിലുള്ളവരോട് അഥവാ നിയമം അനുവർത്തിക്കുന്ന യഹൂദ ജനത്തോട് സമ്പാദിക്കുന്ന കാര്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു പ്രകാരം പറഞ്ഞു. മാത്യു ചാപ്റ്റർ 15 verse 24 Jesus said, I am not sent to you but to the lost sheep of Israel. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ യഹൂദ ഗ്രൂപ്പിലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പോസിനോട് വന്ന് ചില യവനായർ അഥവാ ഗ്രീക്കുകാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മശിഹായെ കാണണം. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ വലിയ ഫലം പുറപ്പെടുവിക്കും, ചാകാതെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയമായി. കാരണം മറ്റുള്ളവർ യഹൂദജാതിക്ക് വെളിയിലുള്ളവർ സുവിശേഷം അറിയേണ്ടത് ക്രൂശ് മരണത്തിന് ശേഷമാണ് എന്ന് യേശു ക്രിസ്തു അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ യേശു പ്രകാരം പറഞ്ഞു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അപ്പോൾ യഹൂദ മതത്തിലുള്ളവരുടെ റിവൈവൽ, അവരിലുള്ള ഒരു റിഫർമേഷൻ സംജാതമാകാനാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്.
നമ്മൾ 4 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോൾ ഇതിൽ അവരുടെ പ്രഖ്യാപനം എന്താണ്? അവർ പറയുന്നത് ജീസസ് ഈസ് ദ മെസ്സയ, യേശുവാണ് മശിഹ എന്ന് യഹൂദ ജനത്തോട് ഇടപെടുകയാണ്. യഹൂദന്മാരോടാണ് അധികവും മത്തായും, മാർക്കോസും, ലൂക്കോസും, യോഹന്നാനും അവരുടെ സുവിശേഷങ്ങളിലൂടെ റീച്ച് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ റോമാലേഖനം തൊട്ട് നമ്മൾ സഭയ്ക്കുള്ള എഴുത്തുകളാണ് കാണുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യു നോ ദ ജീസസ് ക്രൈസ്റ്റ് ദ മെസ്സയ എന്നുള്ളതാണ് യഹൂദന്മാരോട് ഈ സുവിശേഷങ്ങളിലൂടെ അപ്പോസ്തലന്മാർക്ക് പറയാനുണ്ടതെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം തൊട്ട് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ഇൻ വാട്ട് ജീസസ് ടോട്ട്. യേശു പഠിപ്പിച്ചതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ചെയ്തതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു മശിഹയാണെന്ന് യഹൂദന്മാരോട് പറഞ്ഞ വാചകമല്ല, മറിച്ച് യേശുവിലൂടെ എന്ത് സംഭവിച്ചു, യേശു എന്ത് ചെയ്തു എന്നുള്ളതിനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ലേഖനങ്ങളിൽ എഴുതാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു ജനത്തോട് സംസാരിച്ചത് ഒരു 3 വിധത്തിലാണ്. ഒന്നാമതായിട്ട് ഫിഗറേറ്റീവ് ഫോമിലാണ് യേശു സംസാരിച്ചത്. ഫിഗറേറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, ലെറ്റ് ദ ഡെഡ് ബറി ദെയർ ഡെഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഫിഗറേറ്റീവ് ലാംഗ്വേജാണ്. ആത്മീയമായി മരിച്ച ജനസഞ്ചയം മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ എന്നെ അനുഗമിക്കേ എന്ന് യേശു പറയുന്നതായിട്ട് നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജാണ്. രണ്ടാമതായിട്ട് സിംബോളിക് ലാംഗ്വേജ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. ദാനിയേല് പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്, ദർശനം കാണുന്നു. ദർശനത്തിൽ ഒരു ബിംബം, അതിൻ്റെ തലതങ്കം കൊണ്ട്, അഥവാ നമ്മൾ ബാബിലോണിലെ എംപററായിരുന്ന നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ദാനിയേലിന് വെളിപ്പെടുന്നുണ്ട്. അതിതാണ് തലതങ്കം, നെഞ്ചും കൈകളും സിൽവർ, ഇതുപോലെയുള്ളൊരു വലിയ ബിംബം ദൂരാസ മരുഭൂമിയിൽ പിന്നീട് അതുപോലെയുള്ളൊരു ബിംബത്തെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ തലയായിട്ട് കാണുന്നത് തലയല്ല, ഒരു കിങ്ഡമാണ്. അത് ബാബിലോണിയ എംപയറിനെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലിറ്ററൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഡോക്ട്രിനലാണ്, ഉപദേശം സംബന്ധിച്ചുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മറ്റേതൊരു പുസ്തകങ്ങളിലും കാര്യങ്ങൾ എഴുതുന്നത് പോലെ എഴുതുന്നു, അതിനെ നമ്മൾ ആ രീതിയിൽ സിംപ്ലിസ്റ്റിക്കായിട്ട് എഴുതപ്പെട്ട ലാംഗ്വേജിൽ തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാൽ മറ്റേത് ഫിഗറേറ്റീവ് ലാംഗ്വേജാണ്, ആ ബിംബത്തിൻ്റെ സ്വപ്നവും മറ്റും. അതുപോലെ ഫിഗറേറ്റീവ് ലാംഗ്വേജാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ, അല്ലെ സുവിശേഷം ഉൾപ്പെടെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മിസ് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാൻ പാടില്ല. പഴയ കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത് 4 സുവിശേഷങ്ങൾ കാണിക്കുന്നതാണ്, 4 പേര് കൂടി ഒരു മുടന്തനെ കൊണ്ടുപോയി ആ 4 ബെഡിൻ്റെ 4 കാല് 4 സുവിശേഷം. അങ്ങനെയൊന്നുമല്ല, അത് മിസ് ഇൻ്റർപ്രിറ്റേഷനാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം ദൈവവചനത്തിലില്ല. അതൊരു മിസ് അപ്രോപ്രിയേഷനാണ്, അത് ആപ്ലിക്കേഷനാണ്. അത് ശരിയായ ഒരു രീതി അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ മിസ് ലൊക്കേഷൻ. ആ മിസ് ലൊക്കേഷൻ ഞാൻ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, ചിലർ പറയും ഇപ്പം മഹോദരമാണെന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലുമല്ല. അന്തിക്രിസ്തു വന്നതിന് ശേഷം മാത്രമേ ട്രിബുലേഷൻ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോഴുള്ളത് സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ട്രിബുലേഷൻ അല്ല. ട്രിബുലേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ 7 വർഷത്തിലേക്കുള്ള കാര്യമാണ്. ഇന്ന് ഇന്ത്യയിലോ ഇറാനിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ക്രിസ്ത്യാനികൾ സഹിക്കുന്നതിന് നമ്മൾ ട്രിബുലേഷൻ എന്ന് പറയല്ല, മഹോദ്രം എന്ന് പറയല്ല, അതൊരു പീഡനം. അത് 1-ാം നൂറ്റാണ്ടിൽ തൊട്ട് തന്നെ ആ ഉപദ്രവമുണ്ട്, പീഡനമുണ്ട്. എന്നാൽ അത് അന്തിക്രിസ്തുവിൻ്റെ കാലത്തുള്ള ട്രിബുലേഷൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15 കാണുന്നുണ്ട് എന്താണ് സാൽവേഷൻ, രക്ഷ എങ്ങനെ ലഭിക്കുന്നു. ഗോസ്പൽ പറയാണ് സാൽവേഷൻ ഈസ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ ദൈവകൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. അത് ഫ്രീ ആണ്, അതിന് പണം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ്. 4 സുവിശേഷങ്ങൾ. ഇതിൻ്റെ രീതി എങ്ങനെയാണ്, അതിലൂടെ കർത്താവിന് നമ്മളോട് ഈ പൽക്കാലം അരുളി ചെയ്യുവാനുള്ള ദൗത്യം എന്താണ്.
ഈ പൽക്കാലം എന്നല്ല, സഭയോട് അറിയിക്കാനുള്ള ദൂത് എന്താണ്? അപ്പോൾ അവിടെ പത്രോസ് പറയുന്നത് ബിലീവ് ഹു ജീസസ് ഈസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം ആസ് മെസ്സയ. യഹൂദന്മാർക്ക് പഴയ നിയമത്തിലൊരു വെളിപ്പാട് കൊടുത്തിരുന്നു, ഒരു മെസ്സിയ വരും, അനോയിൻറ്റഡ് വൺ എന്നുള്ള അർത്ഥമേ ഉള്ളൂ മെസ്സിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകത്തോടുകൂടി ജനിക്കുന്ന വ്യക്തി, മസിയാക്ക്, ഒരു പ്രത്യേക അനോയിൻറ്റിംഗ് ഉള്ള രാജാവ്, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു അറിവ് യഹൂദന് പഴയ നിയമത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പത്രോസ് പഠിപ്പിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് പറയാനുള്ളത് ബിലീവ് ഹു ജീസസ് ഈസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം. അപ്പോൾ എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്നത് എന്താണ്? ബിലീവ് വാട്ട് ജീസസ് ഡിഡ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ആൻഡ് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹീസ് വർക്ക് വിച്ച് ഇസ് ഡൺ ഇൻ ദ ക്രോസ് അറ്റ് കാൽവറി. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതാണ് മാനവരാശിയുടെ രക്ഷ. ഈ ദൗത്യമാണ് നമ്മൾ പൗലോസിൻ്റെ ടീച്ചിങ്ങിലൊക്കെ കാണുന്നത്. കാരണം യഹൂദന്മാരെ മാത്രം റീച്ച് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഇവർക്കുള്ളതെങ്കിൽ അതിനെ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയും. സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ സാമ്യമുള്ള ഗോസ്പൽ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം സിനോപ്റ്റിക് അല്ല എന്ന് പറഞ്ഞാൽ അതിനോട് സാമ്യമുള്ളതല്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി. അതൊരു പ്രത്യേക സുവിശേഷം. ഒരു പക്ഷേ പൗലോസിൻ്റെ ടീച്ചിങ്ങിനെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം യോഹന്നാന് സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ്റെ സുവിശേഷവും ബുക്ക് ഓഫ് റെവലേഷൻ ഇതൊക്കെ ഒടുവിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. മാത്യു, മാർക്ക്, ലൂക്ക് ഇത് ആരംഭത്തിൽ എഴുതി. ഏറ്റവും ആദ്യം എഴുതിയത് മാർക്കോസിൻ്റെ സുവിശേഷമാണ്. അതിനെ ലുക്ക് ചെയ്തുകൊണ്ട്, അതിനെ കണ്ടുകൊണ്ട് ആണ് മത്തായിയും ലൂക്കോസും എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവരുടെ എഴുത്തിന് ഓരോ ദൗത്യമുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഡിഫറൻ്റാണ്. മത്തായി എഴുതുന്നത്, മത്തായിയുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കാണുകയാണ് ഹീ ഈസ് ദ ലയൺ ഓഫ് ജൂഡ, ഹീ ഈസ് ദ കിങ്. യേശു യഹൂദന്മാരുടെ രാജാവാണ്, ലോകത്തിൻ്റെ രാജാവാണ് എന്നുള്ള ഒരു രാജാവെന്നുള്ള ചിത്രീകരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദാവീദിൻ്റെ പുത്രനായി എന്ന് പറയുമ്പം ദാവീദ് യഹൂദന്മാരാൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രാജാവാണ്. ആ രാജാവിൻ്റെ വംശാവലിയിൽ ജനിക്കുന്ന രാജത്വമുള്ള മെസ്സിഹ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ മർക്കോസിൻ്റെ ഉദ്ദേശം അതല്ല. മർക്കോസിൻ്റെ ഉദ്ദേശം ജീസസ് ഈസ് ദ സെർവൻ്റ് ഓഫ് ഗോഡ്. യേശു ഒരു സെർവൻ്റാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ അനുഷ്ഠിക്കുന്ന ദാസൻ. ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദൈവപുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ലൂക്കോസിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഹീ ഈസ് ദ സൺ ഓഫ് മേൻ, മനുഷ്യപുത്രൻ. യേശു മനുഷ്യനായി ചെയ്ത, സാധാ മനുഷ്യൻ്റെ രീതിയിൽ വെളിപ്പെട്ട ആ ദൗത്യത്തെയാണ് ലൂക്കോസ് കാണിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ ദൗത്യം വേറൊന്നാണ്. യോഹന്നാൻ്റെ ലക്ഷ്യം യേശുവിനെ പ്രദർശിപ്പിക്കുന്നത് ഹീസ് ദ സൺ ഓഫ് ഗോഡ്. യേശു മനുഷ്യപുത്രൻ എന്നുള്ള പദപ്രയോഗം ചെയ്യാറുണ്ടെങ്കിലും യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് ഹീസ് ദ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാണുന്നു മത്തായി, നമ്മൾ സ്വർഗത്തിൽ 4 ഇമേജുകൾ കാണാം. ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്ന 4 ഇമേജുകൾ സ്വർഗത്തിൽ നമ്മൾ കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ അത് കാണുന്നുണ്ട്. ഒന്നാമതായ സിംഹമുഖം, രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് കാളയുടെ മുഖം, മൂന്നാമതായിട്ട് കാണുന്നത് മനുഷ്യമുഖം, നാലാമതായിട്ട് കാണുന്നത് കഴുകിൻ്റെ മുഖം. എന്ന് പറഞ്ഞാൽ 4 രൂപം, 4 ആളത്വം, അല്ലെ 4 വ്യക്തിത്വം, ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ കാണിക്കുന്നു. ലയൺ, ഓക്സ്, മേൻ, ഈഗിൾ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുക. അപ്പോൾ അവിടെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം വെളിപ്പാട് പുസ്തകത്തിൽ ഈ 4 മുഖങ്ങളെ കാണിക്കുകയാണ്. ദൈവത്തിനൊരു ലയണിൻ്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ലയണിനെ പോലെ ഇരിക്കുന്നതല്ല, ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. ലയൺ മൃഗങ്ങളുടെ രാജാവായിരിക്കുന്നത് പോലെ സകലത്തെയും ഭരിക്കുന്ന ദൈവം സിംഹാസനസ്ഥനാണ്. അവനൊരു ലയണിന് സമാനമാണ്. അതാണ് മത്തായി തൻ്റെ സുവിശേഷത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ മർക്കോസ് ഹീസ് ദ ഓക്സൻ. ഓക്സൻ എന്ന് പറഞ്ഞാൽ കാള.
കാളയുടെ സ്വഭാവം എന്താണ്? അത് പിന്നെ ശുശ്രൂഷിക്കുകയാണ്. കാളയെ കലപ്പിക്കിയിട്ട് നിലമുഴാനും ചുമട് ചുമക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. യേശുവിനൊരു ദൈവത്തിനൊരു സർവീസ് മൈൻഡുണ്ട്. പിതാവ് പുത്രനെ മഹത്വീകരിക്കുന്നു. അപ്പോൾ പിതാവ് ചെയ്യുന്നത് സർവീസാണ്. പുത്രൻ പിതാവിനെ മഹത്വീകരിക്കുന്നു. അവിടെ സെർവൻറ്റ് മൈൻഡാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് തുല്യനാണെങ്കിലും പിതാവിനെ ഉയർത്തുന്നു, പുത്രനെ ഉയർത്തുന്നു. പരിശുദ്ധാത്മാവിനെ തന്നെ ഉയർത്തുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നത് പരസ്പരം ശുശ്രൂഷ ചെയ്യുന്നു. ശുശ്രൂഷിക്കപ്പെടാനാണ് മനുഷ്യപുത്രൻ വന്നത്, ശുശ്രൂഷിപ്പിക്കാനല്ല എന്ന് കർത്താവ് പറയുന്നത് അവിടെ കാണുന്നു. അതാണ് കാളമുഖത്തിലൂടെ നമ്മൾ കാണുന്നത്. മനുഷ്യമുഖം. കർത്താവ് ഒന്നാമത്തെ പ്രവചനം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തിയിലാണ്, 3-ാം അധ്യായത്തിൽ. സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ ഒരു പുരുഷനെയാണ് കാണിക്കുന്നത്. മനുഷ്യൻ സ്ത്രീയുടെ സന്തതി, മനുഷ്യനായി പിറക്കപ്പെടുന്ന ദൈവം സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ മനുഷ്യരൂപം. ഈഗിൾ എന്ന് പറയുന്നത് ദൈവത്വത്തെ കാണിക്കുക. ഗഹനചാരി ആകുന്ന ഒരു കഴുകൻ, സകലത്തെയും ഓവർ റൂൾ ചെയ്ത് നോക്കുന്ന ശക്തനായ ഒരു പക്ഷി. അതിനെയും ദൈവപുത്രൻ എന്നുള്ള ആ വിഷനിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാത്യുവിൻ്റെ എഴുത്തിൽ സുവിശേഷം അവസാനിപ്പിക്കുന്നത് യേശുവിൻ്റെ റിസറക്ഷനോടുള്ള അല്ലെങ്കിൽ ഉയർപ്പിനോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ മർക്കോസ് സുവിശേഷം അവസാനിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് ഉദ്ധാനം ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതിന് നമ്മളെന്താ പറയുക? അസെൻഷൻ എന്ന് പറയും, സ്വർഗാരോഹണം. അപ്പം മത്തായി സുവിശേഷം അവസാനിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടാണെങ്കിൽ മർക്കോസ് സുവിശേഷം അവസാനിപ്പിക്കുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തോടാണ്. എന്നാൽ ലൂക്കോസ് സുവിശേഷം അവതരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് അവർ യെരുശലേമിൽ വന്നുകൂടി ഒന്നിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നുള്ള ആത്മനിറവോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നു. അല്ലെങ്കിൽ ഡേ ഓഫ് പെന്തക്കോസ്റ്റോടുകൂടി തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. യോഹന്നാൻ തൻ്റെ സുവിശേഷം അറിയിക്കുന്നത് റാപ്ചറോടുള്ള ബന്ധത്തിലാണ്. എന്ന് ചുരുക്കം പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 21 അതിൻ്റെ 22 നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമെങ്കിൽ നിനക്കതിനെന്തേ എന്ന് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ വരും, റാപ്ചർ, എൻ്റെ രഹസ്യപരവ് റാപ്ചറിനെ കാണിക്കുന്നു. അപ്പം റാപ്ചറിനെ കാണിക്കുന്നു. അതുപോലെ യോഹന്നാൻ 6:47 യേശു പറയുന്നുണ്ട്, ബിലീവ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബിലീവ് ഫോർ ഇറ്റേണൽ ലൈഫ്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പം നിത്യജീവൻ, മരണത്തിനപ്പുറത്തുള്ള ജീവനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ പ്രതിപാദ്യം. അതുപോലെ യോഹന്നാൻ 1:29 സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ടേക്ക് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ പാപത്തെ ചുമന്നൊഴിക്കുന്ന പരിശുദ്ധനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തെ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നിത്യജീവനെ നമുക്ക് ആവശ്യമാണ്. യേശുവിനെ അറിയാതെ ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നില്ല. അത് മഹാത്മാഗാന്ധി ആയാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യനെന്ന് നമ്മൾ കരുതുന്ന ഏതൊരു വ്യക്തിയാണേലും സ്വർഗത്തിൽ ചെല്ലണമോ യേശുവിലൂടെ അല്ലാതെ കടക്കാൻ പറ്റില്ല. ഈവൻ മുസ്ലിം മതവും അത് ഭാഗികമായി സമ്മതിക്കുന്നു. അവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു എന്നാൽ അവൻ്റെ ആത്മാവ് ഒരു തലമുടി നാരിൻ്റെ അത്രയും കനമുള്ള ഒരു പാലം വഴി കടന്നു ചെന്ന് അക്കരെ കയറുമ്പം അവിടെ ഒരാൾ ഗേറ്റ് കീപ്പറായിട്ട് നിൽപ്പുണ്ട്. അവൻ്റെ പേര് ഈസാ നബി എന്ന, യേശു മശിഹ, യേശു. അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും സ്വർഗത്തിൽ കയറാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ അവരുടെ ഉപദേശം എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ അവർക്കും അതേക്കുറിച്ചൊരു ചെറിയ ഗ്ലിംസ് ഉണ്ട് എന്ന് പറയാനാണ്. എന്ന് മാത്രമല്ല, ഞാൻ എല്ലാ മതങ്ങളെയും പരാമർശിക്കുന്നില്ല, അതല്ല എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതല്ലാതെ നമ്മുടെ ഭൗമിക ജീവിതത്തിൽ അനിവാര്യമായ പല കാര്യങ്ങളും ഈ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞു, റെൻഡർ വാട്ട് ഈസ് സീസേഴ്സ് ടു സീസർ ആൻഡ് ഓൾസോ വാട്ട് ഈസ് ഗോഡ് ടു ഗോഡ്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, എന്നാൽ ടാക്സ് ചെയ്യുന്ന കാര്യത്തിൽ വെട്ടിപ്പ് നടക്കാൻ പാടില്ല.
എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത് ടാക്സും കൊടുക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട ടൈത്ത് ദൈവത്തിന് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള പഠിപ്പിക്കൽ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ അലക്ഷ്യത കാണിക്കരുത്, ആത്മീയ കാര്യത്തിലും തീഷ്ണതയുള്ളവരായിരിക്കണമെന്നുള്ള ടീച്ചിങ്. ലവ് വൺ അനദർ, അന്യോന്യം സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. ഇതൊന്നും മറ്റ് മതങ്ങൾ വരുന്നില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത് ചില മതങ്ങൾ. അതുപോലെ വേറൊരു മതം പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യാനിയെ യഹൂദനെയും കൊല്ലണം, അങ്ങനെ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ വലിയ റിവാർഡുണ്ട്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന മതങ്ങളുള്ളപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ ലോകോത്തരമാണ്. യേശു പഠിപ്പിച്ചു ലവ് വൺ അനദർ ആൻഡ് ഓൾസോ ലവ് യുവർ എനിമീസ്. നിൻ്റെ ശത്രുവിനെ വരെ സ്നേഹിപ്പാൻ നിനക്ക് കഴിയണം. ഇതാണ് യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ മഹാത്മ്യം. അതുപോലെ ഫോർഗീവ്നെസ്, ക്ഷമിക്കുക എന്നുള്ളത്. പല മതങ്ങളും എടുത്ത് അവർ ക്ഷമിക്കത്തില്ല. അത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള രീതിയിലുള്ള പ്രതികാര ചിന്തയാണ് പഠിപ്പിക്കൽ. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? ലവ് യുവർ എനിമി, ഫോർഗീവ് ദം. അവരോട് ക്ഷമിക്കണം. നമുക്ക് പല കാര്യങ്ങളും ക്ഷമിപ്പാൻ വലിയ പ്രയാസമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമായിരിക്കാം, അത് മറക്കാൻ പാട്, അത് ക്ഷമിക്കാൻ പ്രയാസം. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളത് അങ്ങ് മറന്നുകളാം. ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. വേറൊന്ന്, ഇത് തിന്മയും നന്മയും എല്ലാം ഇടതിങ്ങിയൊരു ലോകമാണ്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചു ബി വൈസ് ലൈക്ക് എ സർപ്പൻറ്റ് ആൻഡ് ബി ഇന്നസെൻറ്റ് ലൈക്ക് എ ഡവ്. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കും. നമ്മുടെ ധാരണ മറ്റുള്ളവരെ വിമർശിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ബുദ്ധിയുടെ അങ്ങ് സൂക്ഷ്മ ബുദ്ധിയിൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ അപ്പോൾ തന്നെ അങ്ങനെയല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം. ഞാൻ പ്രാവിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ചൊന്നും പറയാൻ നോക്കുന്നില്ല. എന്നാൽ അവർക്കും അവരുടെ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കാണും. എന്നാൽ എന്ന് പറഞ്ഞാൽ പോരുകൾ കാണും, പ്രാവ് തമ്മിൽ കൊത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് ഒരു നിഷ്കളങ്കത്വം നമുക്കുണ്ടായിരിക്കണം. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ആ രീതിയിൽ കാണാൻ പാടില്ല. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് മാത്രം ഒരു പടി ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അപാകതകൾ വന്നിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടില്ലേ? എങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വന്നിട്ടുള്ള അപാകതകളെ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ, അതേ മറന്നുകൂടാ എന്നുള്ള പഠിപ്പിക്കലാണ് യേശു പറയുന്നത്. എന്നാൽ യഹൂദമതത്തിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലില്ല. യഹൂദമതം പഠിപ്പിക്കുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതാണ് നമ്മൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കാണുന്നത്. ഇസ്ലാം മതം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുക. അതാണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ. അപ്പോൾ ആ നിഷ്കളങ്കത നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു അവസ്ഥയാണ് യേശു പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ആ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ്. അപ്പം ഈ സുവിശേഷത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് സെറ്റ് ഇറ്റ് ബിഫോർ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. അനാദി നിർണയപ്രകാരം അനാദി എന്ന് പറഞ്ഞാൽ ആ ലോകത്തിന് ആരംഭം കുറിക്കുന്നതിന് മുമ്പേയുള്ള ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ ഉതിർന്നു വന്ന ഒന്നാണ് താൻ സൃഷ്ടിക്കാനിരിക്കുന്ന മാനവരാശി എന്ത് ചെയ്യുമെന്നുള്ളത് ആദ്യം തന്നെ അവസാനം അറിയുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള ദൗത്യം, യേശുവിൻ്റെ ക്രൂശീകരണം, യേശു മനുഷ്യന് വേണ്ടി ചെയ്യാൻ പോകുന്ന ആ രക്ഷയുടെ സന്ദേശം, ഇതിനെ അനാദിമർമ്മം എന്നുള്ള പദപ്രയോഗത്തിലാണ് നമ്മൾ കാണുന്നത്. ഇത് മാത്രമല്ല, ഈ സുവിശേഷം 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് ചരിത്രത്തിൽ യേശു ചെയ്തതും അതിന് ശേഷം ഉണ്ടായതുമായ കാര്യങ്ങളെ എഴുതിയിരിക്കുകയാണ്. ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായി അത് ഹിസ്റ്ററിക്ക് മുമ്പുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. എന്നാൽ അത് ഹിസ്റ്ററിയിൽ സംഭവിച്ച കാര്യങ്ങളായി മാറി. ദൈവവചനത്തിൽ പറയുന്നൊന്നും കെട്ടുകഥയല്ല, അതെല്ലാം ഹിസ്റ്റോറിക് ഈവൻസ് ആണ്. ദൈവം മുന്നമേ
അവയൊക്കെ പ്രഖ്യാപിച്ചു, പ്രസ്താവിച്ചു. എന്നാൽ അത് ചരിത്ര സംഭവങ്ങളായി പിൽക്കാലത്ത് മാറി. ഈ സുവിശേഷ സന്ദേശം ഇറ്റ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. അത് അച്ചീവ്മെൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, സിൻ ഈസ് പെയ്ഡ് ഓഫ്. മാനവരാശിയെ ഏറ്റവും അലട്ടുന്ന വിഷയം പാപമാണ്. ആ പാപത്തിന് പരിഹാരം വരുത്തി കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ യേശുവിൻ്റെ രക്ഷയ്ക്ക് നിദാനമായി. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ സ്പഷ്ടമായും ശക്തമായും പ്രസ്താവിച്ചത്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മാനവരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമവുമില്ല. ദൈവം തന്നെ മനുഷ്യനായി വന്ന് മനുഷ്യരാശിക്ക് വേണ്ടി യാഗമായി തീർന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആകയാൽ രക്ഷയ്ക്ക് നിദാനമായ കാര്യം നിറവേറ്റിയത് യേശു ക്രിസ്തു മാത്രമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷത്തിലൂടെ നമുക്കതിന് സൂചന ലഭിക്കുന്നു. ഈ രക്ഷ എന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അത് യഹൂദന് വേണ്ടി മാത്രമല്ല. യേശു മരിക്കുന്നിടം വരെ യേശു യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിച്ചു എന്നുള്ളത് അത് ശരിയാണ്. ശമര്യാസ്ത്രീയുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് യഹൂദരല്ലാത്തവരുടെ അടുക്കൽ യേശു പ്രവർത്തിക്കുന്നത്. പിന്നെ ആ സൈറോഫനീഷ്യൻ ലേഡിയുടെ കുഞ്ഞിന് സൗഖ്യം വരുത്തുന്നുണ്ട്. ഇങ്ങനെ 1-2 ഇൻസിഡൻ്റ് അല്ലാതെ നമ്മൾ ജാതികളുടെ ഇടയിൽ അഥവാ യഹൂദരല്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. എന്നാൽ സുവിശേഷം ലോകത്തിന് പ്രധാനം ലഭിക്കേണ്ടത് അഥവാ അത് ലഭിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ക്രൂശീകരണത്തിന് ശേഷമാണ്. കാൽവറി ക്രൂശാണ് രക്ഷയ്ക്ക് നിദാനമായി തീർന്നത്. അതുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നതിന് ശേഷമാണ് ജാതികളിലേക്ക് അത് പകരുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്നാൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ശേഷം കർത്താവ് പറയാണ്, നിന്നിലൂടെ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിന്നിലൂടെ ഒരു പുത്രനുണ്ടാകും. അതാരാന്ന് ചോദിച്ചാൽ അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ച ദാവീദിൻ്റെ പുത്രനായ യേശു, മനുഷ്യപ്രകാരം മറിയ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിലൂടെ അബ്രഹാമിൻ്റെ സന്തതി ആയി ജനിക്കാനിരിക്കുന്ന ക്രിസ്തേശുവിലൂടെ മാനവരാശിക്ക് രക്ഷ ലഭിക്കണം. നമുക്ക് പലപ്പോഴും ഈ വിഷയത്തോട് ചേർന്നുള്ള ആ വിഷയം അല്ലെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, നമ്മൾ ഈ വേദപുസ്തകത്തിൽ ചിന്തിക്കുമ്പോൾ ഇസ്രയേലിന് തന്നെ ഇത്ര പ്രത്യേകത. ലോകത്തിലെ ഒരു കൊച്ചു രാജ്യം, കേരളത്തിൻ്റെ പകുതിയുള്ള ഒരു ചിന്ന രാജ്യം, ആ യഹൂദന്മാർക്ക് തന്നെ ഇത്ര വലിയ പ്രത്യേകത. ഈ വേദപുസ്തകം പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ്. 66 പുസ്തകങ്ങളുണ്ട്. ഈ 66ൻ്റെ 11 അധ്യായം വരെ ഉള്ളൂ ലോക സൃഷ്ടി മുതൽ അബ്രഹാം വരെയുള്ള കാര്യം എഴുതാൻ. എന്നാൽ ഉൽപ്പത്തിയുടെ 11 അധ്യായം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് മുഴുവൻ അബ്രഹാമിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണ് ഇസ്രയേൽ. ഇസ്രയേലിലാണ് യേശു ജനിക്കുന്നത്. അപ്പോൾ ഈ 66 പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇസ്രയേൽ എന്നുള്ള യാഥാർത്ഥ്യം. അവർ മണ്ടത്തരങ്ങൾ കാണിക്കാം, ദോഷങ്ങൾ പ്രവർത്തിക്കാം, എന്നാൽ ദൈവം അവരെ പ്രത്യേക ജനമായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള, ഈ സുവിശേഷങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള യാഥാർത്ഥ്യം എന്താണ്? ഹല്ലേലൂയ. ഇത് രക്ഷ സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ലഭിച്ചിരിക്കുന്നു. അതിനെ വിശ്വാസത്താൽ ഞാൻ പ്രാപിച്ചെടുക്കണം. ഈ ദൗത്യത്തെ ലോകത്തോട് ഞാൻ അറിയിക്കണം. അപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന രക്ഷയെ ഞാൻ കൈക്കൊള്ളുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അതിനെ മറ്റുള്ളവരുടെ ഇടയ്ക്കിൽ അറിയിക്കാനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പാപക്ഷമയും നീതീകരണവും അതാണ് നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ കാണുന്നത്. നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു. ഒരാളുടെ പാപം ക്ഷമിച്ചതുകൊണ്ട് അവൻ വിശുദ്ധനാകുന്നില്ല. പാപം ക്ഷമിക്കപ്പെടുന്നതേ ഉള്ളൂ. എന്നാൽ അതുകൊണ്ട് തീർക്കുന്നില്ല. പാപം ക്ഷമിച്ചു തരുന്ന എന്നെ അല്ലെ നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധരാക്കി തീർക്കുന്നു സുവിശേഷത്തിലൂടെ. അപ്പം
പാപം ക്ഷമിച്ചു തരിക, പാപം ഒരു കൊലയാളിയുടെ പാപം ക്ഷമിച്ചു കൊടുത്തത് കൊണ്ട് അവൻ വിശുദ്ധനാകുന്നില്ല. പാപം ക്ഷമിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ പാപം ക്ഷമിച്ച് ലഭിച്ച മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതാണ് സുവിശേഷീകരണം. യേശു ആ പാപം ഏറ്റെടുത്തു, എൻ്റെ പാപത്തിന് പകരം പ്രായശ്ചിത്തമായി എന്ന് മാത്രമല്ല, എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. എൻ്റെ ദൗത്യം ഇനി എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? മറ്റുള്ളവരെ വല്ല വിധേനയും ഈ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. നമ്മൾ 1 പത്രോസ് 3:18 ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഇത് സുവിശേഷമാണ്. യേശു ക്രിസ്തു നമ്മെ പിതാവിനോട് അടുപ്പിക്കേണ്ടതിന് അവൻ നീതിമാനായിരുന്നിട്ടും നീതി കെട്ടവർക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിൻ്റെ വ്യാപാര ശക്തിയാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പകരുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാന ശക്തിയായ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേഘത്തിലെ വരവെങ്കിൽ ഞാൻ മരിച്ചിരിക്കുന്നുവെങ്കിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും, അല്ല ഞാൻ ജീവനോടെ ശരീരത്തിലിരിക്കുന്നുവെങ്കിൽ എനിക്ക് രൂപാന്തരം തരികയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാന്തത്തെ ആകർഷിക്കും, വികർഷിക്കുന്ന ഓപ്പോസിറ്റ് പോളാണെങ്കിൽ നമുക്കതറിയാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ വരുമ്പോൾ തൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ ഭൂമിയിലുള്ളവരെ തൻ്റെ വലിയ സാന്നിധ്യത്താൽ, ആ വലിയ മാഗ്നറ്റിസത്തിൻ്റെ പവറിൽ ആകർഷിച്ച് തിരുസന്നിധിയിലേക്ക് എടുക്കുന്നു. അതാണ് സ്നാച്ച് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തട്ടിയെടുക്കുന്നത് പോലെ ആകർഷിച്ച് അങ്ങ് എടുക്കുക ചെയ്യുന്നത്. ഈ പ്രതീക്ഷ നമുക്കുണ്ടോ? ഈ പ്രത്യാശ നമുക്കുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-31 യോഹന്നാൻ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹിസ് റൈറ്റിംഗ് ദ ഗോസ്പൽ ഓഫ് ജോൺ. അതതിൻ്റെ 31 ഇങ്ങനെ പറയുന്നത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. അതിൻ്റെ പർപ്പസ് പറയുകയാണ്. ബട്ട് ദീസ് ആർ റിട്ടൺ ദാറ്റ് ye might believe that Jesus is the Christ, the Son of God, and that believing ye might have eternal life through his name. അവൻ്റെ നാമത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. ഇതേ ആശയം പഴയ നിയമത്തിലുണ്ട്. This is not only in the gospel, but also it is written in the Old Testament. For example, in Isaiah chapter 33 verse 17, യെശയ്യാവിൻ്റെ പുസ്തകം 33:17 പ്രകാരം പറയുന്നു, thine eyes shall see the king in his beauty. They shall behold the land that is very far off. എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും എന്ന് മാത്രമല്ല, വിശാലമായ ഒരു ദേശം നീ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കണ്ണ് രാജാവിനെ ദർശിക്കും. എപ്പോൾ? കർത്താവ് തേജസ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ അവനെ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ അതുവരെ ഞാൻ മുമ്പേ പറഞ്ഞ ചില ഗുണങ്ങളോടുകൂടി, ലവ് വൺ അനദർ, ഫോർഗീവ് വൺ അനദർ, ബി വൈസ് ആസ് എ സർപ്പൻറ്റ്, അറ്റ് ദ സെയിം ടൈം ബി ഇന്നസെൻറ്റ് ലൈക്ക് എ ഡവ്, റെൻഡർ വാട്ട് ഈസ് സീസേഴ്സ് ടു സീസർ ആൻഡ് വാട്ട് ഈസ് ഗോഡ് ടു ഗോഡ്. അപ്പോൾ അതുപോലെ നമ്മൾ കർത്താവ് പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ക്ഷമിക്കുവാൻ പറഞ്ഞ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമസൃഷ്ടങ്ങളോട് സ്നേഹത്തോടുകൂടെ ക്ഷമിച്ച് അവരുടെ കാര്യം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കുക.
സ്നേഹത്തോടെ പരസ്പരം പെരുമാറുക, ഇടപെടുക, അന്യോന്യം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവ് താമസിക്കത്തില്ല, അത് അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മത്തായി തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ ലക്ഷ്യം യഹൂദരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ ലക്ഷ്യം റോമാക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ ലൂക്കോസിൻ്റെ ഉദ്ദേശം ഗ്രീക്കുകാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പർപ്പസ് സമസ്ത ലോകവും രക്ഷയിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് സ്വർഗത്തിൽ 4 ജീവികളുണ്ടെന്ന് നമ്മൾ കാണുന്നു. ലയൺ, ഓക്സൻ, അതുപോലെ 3ാമത് മേൻ, 4ാമത് ഈഗിൾ. അപ്പോൾ ദൈവത്തിൻ്റെ 4 മുഖങ്ങളാണ്, അല്ലെ 4 സ്വഭാവങ്ങളാണ്. ദൈവം രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. യേശു ക്രിസ്തു ലയൺ ഓഫ് ജൂഡയാണ്. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രതിഫലനം സുവിശേഷത്തിൽ കാണും. എന്നാൽ ഞാൻ പറഞ്ഞു, മർക്കോസ് ശ്രദ്ധിച്ചത് ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു, ഒരു കാളയെപ്പോലെ. കാള യാഗമൃഗമാണ്. യേശു നമുക്ക് പകരക്കാരനായി ഒരു സെർവൻറ്റിനെ പോലെ കടന്നു വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ലൂക്കോസിൻ്റെ പർപ്പസ് യേശുവിലെ മനുഷ്യൻ, ആ മനുഷ്യത്വത്തെ കാണിക്കുന്നു. യേശു ക്രിസ്തു ദൈവ തേജസ്സിനെ വിട്ട് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി വെളിപ്പെട്ടു. ഹൗ എ റിയൽ മാൻ ക്യാൻ ബി എന്ന് മാത്രമല്ല, 4ാമതായി നമ്മൾ കണ്ടു കഴുകുമുഖം. കഴുക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു, ഉയർച്ച. ദൈവസിംഹാസനത്തിലുള്ള 4 മൃഗങ്ങളുടെ മുഖം, ആ മുഖങ്ങളെ പ്രദർശിപ്പിച്ചാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. യേശു സുവിശേഷത്തിലൂടെ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ അനുഭവ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ, നിഷ്കളങ്കതയോടെ ഒരു വിജയകരമായ ജീവിതം ദൈവം നാം മഹത്വത്തിനായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.